ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ട്. ഓക്കെ. ആ സീക്വൻസിനകത്ത് ഒരു ഒരു വലിയൊരു ഈച്ചയുണ്ട്. ഒരു ഒരു ഡൈനോസറിന്റെ വലിപ്പമുള്ള ഒരു ഈച്ച. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നൊരു പ്ലാനിങ് ഉണ്ട്. അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എവിടെ നോക്കിയാൽ ഒന്നും ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നോക്കിയിട്ട് ഇവിടെ ഓക്കെ ആണോ, ഈ കണ്ണ് ഓക്കെ ആണോ എന്ന് പറയുന്നത് ഒന്നും അറിയില്ല. ഒരു സ്റ്റുഡിയോ മൊത്തം ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ഒരു സ്മോക്കായിട്ടുള്ള ഒരു ഒരു ഡ്രീമി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മാത്യു എന്നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇത് ഓക്കെ ആവോ, ഇതേ എല്ലാം കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇത് അറിയുന്നവർ നമ്മൾ 2-3 പേർക്കേ അറിയാവൂ ഈ പരിപാടി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്. ഒരു ബേസ് ഷൂട്ട് കഴിഞ്ഞു, സാധനം വന്നു, അവസാനം ഔട്ട്പുട്ട് കണ്ടപ്പോഴാണ് ഓ ഇതിനായിരുന്നു. അപ്പോൾ ഈ സാധനം ചെയ്യുമ്പോൾ അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം. അപ്പോൾ നമ്മുടെ വേറൊന്നും ഫ്രെയിമിലില്ല. ട്രസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു നമ്മുടെ ഷോൾഡറിൽ ഇരിക്കും. അത് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഇത് കയ്യിൽ നിന്ന് പൊക്കൂടാ എന്നൊരു അതൊരു പേടിയാണ്. അത് ഔട്ട്പുട്ടിലെത്തി കഴിഞ്ഞ് കാണിച്ച് അവർ ഹാപ്പി ആകുമ്പോഴത്തേക്കുള്ളൊരു മൊമെൻ്റാണ്. അതുവരെയുള്ള രസമുള്ളൊരു പരിപാടി. അതായിരുന്നു ഒരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്.